ഇപ്പോൾ രതീഷ് ചക്രപാണി കൂടി ചേരുകയാണ്, നിരീക്ഷകൻ. ശ്രീ രതീഷ്, പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി നിയമനം സംബന്ധിച്ചാണ് പുതിയ വിവാദം വന്നിരിക്കുന്നത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ നരേഷ് പാൽ ഗ്യാങ്വാറിനെയാണ് പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമിച്ചത്. ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ പദ്ധതിയിൽ നിന്ന് വൻതുക സബ്സിഡി അനധികൃതമായി കൈപ്പറ്റിയെന്ന വെളിപ്പെടുത്തലുകൾ വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ നിയമനം. രാജ്യത്ത് ഇത്രയും വലിയൊരു പ്രതിഷേധം വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുമ്പോൾ അതിനെയൊക്കെ എത്ര നിസ്സാരമായി കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഈ ഒരു സാഹചര്യത്തിൽ പോകുന്നത്? ശ്രീ രതീഷ്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായിട്ടുള്ള വിനീത് ജോഷിയെ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ നരേഷ് പാൽ ഗ്യാങ്വാറിനെ ആ പദത്തിലേക്ക് വെച്ചേക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന വൻ കൊള്ളകൾ ചെയ്യാനുള്ള ആപ്റ്റായിട്ടുള്ള ഒരാളെ നോക്കിയിട്ട് കറപ്റ്റായിട്ടുള്ള ഒരാളെ നോക്കി വെച്ചു എന്നുള്ളത് മാത്രമേ നമുക്കിതിൽ കണക്കൂട്ടേണ്ട കാര്യമുള്ളൂ. കാരണം ഈ നീറ്റുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ രംഗത്ത് ഏതാണ്ട് 18,000-ഓളം സീറ്റുകൾ 4 കോടി രൂപക്ക് വിറ്റു എന്നുള്ള ആരോപണമുള്ള ഒരു മന്ത്രാലയത്തിലേക്ക് തീർച്ചയായിട്ടും അവർ ആളുകളെ വെക്കുമ്പോൾ അവരുടെ കളവുകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സെക്രട്ടറിയെ തന്നെ കൃത്യമായി വെച്ചു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം കൃഷി വകുപ്പിൽ നിന്ന് താരതമ്യേന കുറച്ചുകൂടി എളുപ്പത്തിൽ ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന പിടിക്കപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ പിടിക്കപ്പെടും എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ഇത് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് വിനീത് ജോഷിയെ മാറ്റിക്കൊണ്ട് വിനീത് ജോഷിയേക്കാൾ മിടുക്കനാണ് ഈ കാര്യത്തിൽ എന്ന് അവർക്ക് ഉറപ്പുള്ള ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. ഇതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ നീറ്റുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ മൊത്തം ആരോഗ്യ മേഖലയിലെ മെഡിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ കൊള്ളയാണ് നടക്കുന്നത്. അത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കൊള്ളയാണ്. ആ കൊള്ളകളുടെ കാര്യങ്ങൾ വരും ദിനങ്ങളിൽ ഇനി പുറത്തു പറയാനുള്ളൂ. ഇന്നലെ തന്നെ കാര്യങ്ങളുടെ ചർച്ചയിൽ ഞാൻ അതിന്റെ ചെറിയ ഭാഗം പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആളുകളെ തന്നെ അവർ അപ്പോയിന്റ് ചെയ്തു. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി ശ്രീ രതീഷ് പ്രതികരിച്ചതിന്.